ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം മാറ്റമില്ലാത്ത തിരുവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളേവരുടെയും മുൻപാകെ ആയിരിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം തന്ന നന്മകൾക്കായി, കൃപകൾക്കായി, സ്നേഹത്തിനായി ദൈവത്തെ ഞാൻ നന്ദിയോടുകൂടി സ്തോത്രം കരയറ്റുക. വേഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ തന്നതായ ഒരു ചെറിയ ചിന്ത ദൈവമക്കളുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം കഥാവിൽ ഞാൻ ശരണപ്പെടുക. ആത്മീക അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കൃപ ലഭിച്ചവരായ ദൈവമക്കളുടെ ജീവിത രീതി എപ്രകാരമായിരിക്കണമെന്നുള്ളതായ ഒരു ചെറിയ ചിന്തയാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് ഇന്ന് പകൽക്കാലം തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. എഫെസ്യ ലേഖനം നാം പഠിക്കുമ്പോൾ ക്രിസ്തുയേശുവിൽ വിശ്വാസികളായി തീരുവാൻ തക്കവണ്ണം കൃപ ലഭിച്ചവരായ, അല്ലെങ്കിൽ ആത്മീക അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം കൃപ ലഭിച്ചവരായ ദൈവമക്കൾ അവർ തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ എപ്പോഴും അനുഭവിക്കുന്നവരും, അവരുടെ ജീവിതത്തിൽ അവർ താഴ്മയോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ സകലതും സ്നേഹത്തിൽ ചെയ്യുന്നവരുമായിരിക്കണമെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 2-ാം തിരുവചന വേദഭാഗം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ രുചിച്ചറിയുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ചതായ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നു, ദൈവത്തിൻ്റെ മക്കൾ താഴ്മയോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ ജീവിക്കുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്. അവർ പൂർണ്ണ വിനയമുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ തക്കവണ്ണം അവർക്ക് സാധിക്കണം. പ്രിയ ദൈവമക്കളെ, കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നുകം ഏറ്റുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം. എൻ്റെ നുഖത്തിൻ്റെ പ്രത്യേകത അത് സൗമ്യതയും താഴ്മയും ഉള്ളതാണ്. പ്രൈസ് ഗോഡ്. നാം ആരെ കണ്ടാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് നമ്മൾ പകൽക്കാലം ഒന്ന് ചിന്തിച്ചാട്ടെ. നാം കേട്ടതായ ശബ്ദത്തിൻ്റെ ഡെപ്ത്, ആ ശബ്ദത്തിൻ്റെ മാധുര്യം പകൽക്കാലം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് പ്രകടമാകുന്നുണ്ടോ എന്ന് നാം ഒന്ന് പരിശോധിക്കണം. ഇവിടെ ഒന്നാമതായി പറഞ്ഞിരിക്കുക, നിങ്ങൾ പൂർണ്ണം വിനയമുള്ളവരായിരിക്കണം, താഴ്മയുള്ളവരായിരിക്കണം. ഒരു താണ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ സൗമ്യതയുള്ളവരായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ കർത്താവ് തന്നെ പറഞ്ഞു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അപ്പോൾ ഈ കൃപയിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ തന്നെ നമ്മെക്കുറിച്ച് കർത്താവിന് ഒരു വലിയ പദ്ധതിയുണ്ട്. നമ്മൾ ഭൂമിയുടെ ഉപ്പായി, ഭൂമിയുടെ വിളക്കായി, അനേകർക്ക് പ്രകാശമായി നാം അനുഭവിച്ചതായ ഈ കൃപ അല്ലെങ്കിൽ സ്നേഹം ആരിൽ നിന്നാകുന്നുവെന്ന് നാം അത് കാണിച്ചു കൊടുക്കുവാൻ, അത് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അതിനായ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ വാക്കിലും നമ്മുടെ നടപ്പിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ നമ്മെ ആ വിളിച്ച സ്നേഹത്തെ, നമ്മോട് ദീർഘക്ഷമ കാണിച്ച, നമ്മോട് താഴ്മ കാണിച്ച, നമ്മോട് സൗമ്യത കാണിച്ച ആ ദൈവത്തെ പ്രദർശിപ്പിക്കാൻ തക്കവണ്ണം നമുക്കും കഴിയണം. പ്രൈസ് ഗോഡ്. ഇവിടെ പറയുക, മത്തായി 5:5 പറയുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഭൂമിയെ അവകാശമാക്കുവാൻ ഈ ദൈവസ്നേഹം എന്തെന്ന് അറിയുവാൻ കഴിയാത്ത വലിയ ഒരു ജനസമൂഹം, വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുപാടുകളിലുമുണ്ട്, നമ്മളുടെ കുടുംബത്തിലുണ്ട്. പ്രൈസ് ഗോഡ്. അവരുടെ ഇടയിൽ നാം എങ്ങനെയുള്ളവരായിരിക്കണം? സൗമ്യതയുള്ളവരായിരിക്കണം. നമ്മുടെ ഓരോ വാക്കുകളും അവർക്ക് ആശ്വാസം പകരുന്നതായിരിക്കണം. നമ്മുടെ ഓരോ പ്രവൃത്തികളും അവർക്ക് ആശ്വാസമുള്ളതായിത്തീരണം.
പ്രൈസ് ഗോഡ്. സൗമ്യതയോടുകൂടി, ദീർഘക്ഷമയോടുകൂടി, താഴ്മയോടുകൂടി ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. സ്തോത്രം. മൂന്നാമതായോട് പറഞ്ഞിരിക്കുന്നു ദീർഘക്ഷമ. ഹല്ലേലൂയ. ദീർഘക്ഷമ. പകൽക്കാലം നാം ചിന്തിക്കട്ടെ, നമ്മുടെ ക്ഷമ എപ്രകാരമുള്ളതാ? കർത്താവ് നമ്മോട് കാണിച്ചതായ ആ ദീർഘക്ഷമ. ലേഖനം പഠിക്കുമ്പോൾ വ്യക്തമായി വചനം പറയുന്നുണ്ട്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നാം ഓരോരുത്തരും. ലേഖനം 2-ാം അധ്യായം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച് യാതൊരു ജീവനുമില്ലാതെ മരിച്ച അവസ്ഥയിൽ നമ്മെ കണ്ടാൽ ഒരു വ്യക്തിക്ക് നല്ലത് പറയുവാൻ ഒന്നുമില്ലായിരുന്നു. ഒരു ഗുണം നമ്മെക്കുറിച്ച് പറയുവാനില്ലായിരുന്നു. ദോഷം മാത്രമേ നമ്മെ നോക്കിയാൽ പറയുവാനായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ നിന്ന് പ്രൈസ് ഗോഡ് കൃപയാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ചു, അവനോടുകൂടി ജീവിപ്പിച്ചു. അവൻ്റെ രക്ഷയുടെ സമാധാനത്തിൻ്റെ അനുഭവം അവൻ നമുക്ക് തരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. പൗലോസ് അപ്പോസ്തലനോട് പറയുക, തൻ്റെ ജീവിതം അനുഭവമാണ് താനോട് പറയുന്നത്. ഒരു കാലത്ത് താനും യാതൊരു സൗമ്യതയോ താഴ്മയോ ഒരു ക്ഷമയോ ഇല്ലാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ ദൈവസ്നേഹം തന്നെ തൊടുവാൻ തക്കവണ്ണം ഇടയായി. ദൈവകൃപ തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി. നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടോ? നാം രക്ഷിക്കപ്പെട്ടതായ, സ്നാനപ്പെട്ടതായ കാലയളവ് തൊട്ട് ഇന്നേ വരെ, ഈ പ്രഭാതം വരെ നാം നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് പഠിച്ചാൽ നമ്മിൽ ഈ പറഞ്ഞതായ ഗുണങ്ങളുണ്ടോ? പ്രൈസ് ഗോഡ്. നമ്മളിലൊരു മാറ്റം ഇന്ന് പകൽക്കാലം പറയണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കണ്ട് സ്വർഗം സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടയാകണം. പ്രൈസ് ഗോഡ്. യഥാർത്ഥമായ ഒരു മാനസാന്തര ജീവിതം നമ്മിൽ ഉളവാകുവാൻ കർത്താവ് ആഗ്രഹിക്കുക. ഒരു നല്ല വിശുദ്ധ ജീവിതത്വം നമ്മിൽ കാണുവാൻ കർത്താവിൻ്റെ പകൽക്കാലം ആഗ്രഹിക്കുക. നാം ഈ താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും നാം അഭിനയിക്കുന്നവരാണോ, അതോ അത് യാഥാർത്ഥമായി നാം പുറപ്പെടുവിക്കുന്ന നല്ല വൃക്ഷമാകുന്നോ എന്ന് പരിശോധിപ്പാൻ ഇന്ന് പകൽക്കാലം കഴിയണം. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു നല്ല വൃക്ഷമായി നമ്മെ കണ്ട് സ്വർഗം സന്തോഷിക്കണം. പ്രൈസ് ഗോഡ്. ഇന്ന് ലോകം കാണിക്കുന്നത് പോലെ ഇതൊരു മുഖംമൂടി അണിഞ്ഞ് ചെയ്യുന്ന ക്രിസ്തീയ ജീവിതമായി പോകരുത്. കർത്താവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ, അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം രുചിച്ചറിഞ്ഞ ദൈവമക്കൾ, കൃപ നമ്മിൽ കൂടി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പ്രൈസ് ഗോഡ്. പൗലോസ് അപ്പോസ്തലനോട് പറയുക, ആത്മീക അനുഗ്രഹം പ്രാപിച്ച ദൈവമക്കൾ അവർ പൂർണ്ണ വിനയവും സൗമ്യതയും ദീർഘക്ഷമയും ഉള്ളവരായിരിക്കണം. അവർ കർത്താവിനെ ഒരിക്കലും അവരുടെ ജീവിതം കൊണ്ട് അവർ അപകീർത്തിപ്പെടുത്തരുത്. പ്രൈസ് ഗോഡ്. അവർ സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുന്നവരും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ എപ്പോഴും പരിശ്രമിക്കുന്നവരുമായിരിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മയും ഇന്ന് പകൽക്കാലം സ്നേഹിക്കുക. പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് പകൽക്കാലവും അവൻ ബുദ്ധി ഉപദേശിക്കുക. അവൻ്റെ കൃപയിൽ നിന്ന് വീണു പോകുവാൻ പിശാച് പലവിധ
തന്ത്രങ്ങളും പദ്ധതികളും പ്ലാനുകളും ഇട്ടുകൊണ്ട് വരുമ്പോഴും ദൈവമക്കൾ അനുഭവിച്ചതായ ഈ കൃപ, സ്നേഹം, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ കൂട്ടവകാശിയായി തീരുവാൻ, ഏക ശരീരത്തിന് അവകാശിയായി തീരുവാൻ, അവൻ്റെ വാഗ്ദത്തത്തിന് പങ്കാളിയായി തീരുവാൻ തക്കവണ്ണം കൃപ ലഭിച്ച പൈതലാണ് ഞാൻ എന്നുള്ളതായ ഉത്തമ ബോധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അവൻ്റെ വചനമായിരിക്കണം നമ്മുടെ ആഹാരം. അവൻ്റെ വചനമായിരിക്കണം നമ്മുടെ ജീവശ്വാസം. അവൻ്റെ വചനത്തിൽ നിലനിൽക്കുവാനും അവൻ്റെ വചനത്തെ അനുസരിപ്പാനും ജീവിപ്പാനും തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയട്ടെ. പരിശുദ്ധാത്മാവ് നല്ല കൃപ നമ്മളേവരിലേക്കും ഈ പകൽക്കാലം തരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധി കണ്ണുകളടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല കർത്താവേ, ഈ അനുഗ്രഹീത പ്രഭാതകാലം അപ്പാ നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനാൽ നന്ദി പറയുന്നു കർത്താവേ. കർത്താവേ, നിന്റെ സ്നേഹത്തിൻ്റെ ആഴത്തെ രുചിച്ചറിയുവാൻ തക്കവണ്ണം നീ ഞങ്ങളോട് കാണിച്ച ആ ദീർഘക്ഷമയ്ക്കായിട്ട്, നിന്റെ സ്നേഹത്തിനായിട്ട്, മഹാസ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഈ ലോകത്ത് ആരും കാണിക്കാത്തതായ ഒരു വലിയ സ്നേഹം നീ ഞങ്ങളോട് കാണിച്ചില്ല കർത്താവേ. ആ സ്നേഹത്തെ കർത്താവെ ഞങ്ങളുടെ അന്ത്യത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഏവരെയും സഹായിക്കണം. വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അപ്പോൾ അതിനുള്ള കൃപ നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി ജനത്തെ അടിയനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.